ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. പിന്നാലെ നടന്ന് തന്നെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ശ്വേത മേനോൻ ഇപ്പോൾ പരാതി പിൻവലിച്ചിരിക്കുന്നു. പീതാംബരക്കുറുപ്പ് മാപ്പ് പറഞ്ഞുവെന്ന് ശ്വേത. പരാതി പിൻവലിച്ചതുകൊണ്ട് പ്രശ്നം തീരും. പീതാംബരക്കുറുപ്പിനെതിരായ നിയമ നടപടികളിൽ നിന്നും ശ്വേത മേനോൻ പിന്മാറുന്നു. ഇമെയിൽ സന്ദേശത്തിലാണ് നടപടികളിൽ നിന്നും പിന്മാറുന്ന വിവരം ശ്വേത മേനോൻ അറിയിച്ചിരിക്കുന്നത്. പീതാംബരക്കുറുപ്പിനെതിരായ നിയമപരമായും അല്ലാതെയുമുള്ള എല്ലാ നടപടികളും പിൻവലിക്കുന്നതായും ഭർത്താവിനോടും കുടുംബാംഗങ്ങളോടും ആലോചിച്ച ശേഷമാണ് പരാതി പിൻവലിക്കാനുള്ള തീരുമാനം എടുത്തതെന്നും ശ്വേത വിശദീകരിച്ചിട്ടുണ്ട്. പീതാംബരക്കുറുപ്പ് പരസ്യമായും വ്യക്തിപരമായും തന്നോട് മാപ്പ് പറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനമെന്നും ശ്വേത വ്യക്തമാക്കുന്നു. തീരുമാനത്തിന് പിന്നിൽ ബാഹ്യസമ്മർദ്ദമൊന്നുമില്ലെന്ന് വ്യക്തമാക്കിയ ശ്വേത തന്നെ പിന്തുണച്ച മാധ്യമങ്ങളോടും സിനിമാ സംഘടനകളായ അമ്മ ഫിഫ്ക എന്നിവർക്കും നന്ദി പറഞ്ഞു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി സവാദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സവാദ്, ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ മേൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ശ്വേത ഇന്നലെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അറിയിക്കുകയും പീതാംബരക്കുറുപ്പിനെതിരെ ജാമ്യമില്ലാത്ത വ്യവസ്ഥകളോടുകൂടി കേസ് ഫയൽ ചെയ്യുകയും ചെയ്ത ശേഷമാണ് വളരെ നാടകീയമായി ശ്വേത മേനോൻ പരാതി പിൻവലിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരുപാട് ഒത്തുതീർപ്പ് നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശ്വേത മേനോൻ പറഞ്ഞത്. ഇപ്പോൾ എന്ത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്വേത മേനോൻ പരാതി പിൻവലിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ വിവാദത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ശ്വേത മേനോൻ ഇപ്പോൾ തനിക്ക് പീതാംബരക്കുറുപ്പ് എംപിക്കെതിരെ യാതൊരു പരാതിയുമില്ലെന്നും പീതാംബരക്കുറുപ്പിനെതിരെ നിയമപരമായും അല്ലാതെയുമുള്ള എല്ലാ നടപടികളിൽ നിന്നും പിൻവാങ്ങുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശത്തിലൂടെ ഈ ഒരു സംഭവത്തിന് നിന്നും ശ്വേത മേനോൻ പിൻവാങ്ങിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ ഏതാണ്ട് പീതാംബരക്കുറുപ്പിന്റെ അറസ്റ്റ് വരെ എത്തിയ നാടകീയ സംഭവങ്ങൾക്കാണ് ഇതോടെ അറുതിയായിരിക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ നിരവധി ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തിയിരുന്നു. ശ്വേത മേനോനും അവരുടെ ഭർത്താവുമായും അതുപോലെ തന്നെ താരസംഘടനയിലെ പ്രമുഖരുമായും ഈ പരാതി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുമുള്ള നിരവധി ചർച്ചകൾ നടന്നിരുന്നു. ആ സമയത്തും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചത് പീതാംബരക്കുറുപ്പ് എംപിയും മറ്റൊരു കൂട്ടാളിയുമാണ് എന്ന് വളരെ വ്യക്തമായി ശ്വേത മേനോൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ നാടകീയമായി എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലാത്ത ഒരു കാരണത്തിന്റെ അപ്പുറത്താണ് ഇപ്പോൾ ശ്വേത മേനോൻ ഈ പരാതി നിന്നും താൻ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ പീതാംബരക്കുറുപ്പിനെതിരെ യാതൊരു പരാതിയും തനിക്കില്ല, അവർക്കെതിരെയുള്ള അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ നടപടികളിൽ നിന്നും പിൻവാങ്ങുന്നു എന്നറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇമെയിൽ സന്ദേശം അറിയിച്ചിരിക്കുന്നത്. പീതാംബരക്കുറുപ്പ് വ്യക്തിപരമായും പരസ്യമായും ഈ സംഭവത്തിൽ തന്നോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ പരാതി പിൻവലിക്കുന്നത്. കുടുംബവുമായും ഗുരുജി എന്ന ഗുൽ സാഹിബുമായും ചർച്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നും തന്നെ പിന്തുണച്ച മാധ്യമപ്രവർത്തകർക്കും മറ്റെല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ശ്വേത മേനോൻ ഈ ഇമെയിൽ സന്ദേശം അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ പോലീസ് എടുത്ത കേസ് ഏതാണ്ട് അസാധുവാകും എന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൊല്ലം പോലീസ് IPC 354, 354A എന്നീ വകുപ്പുകൾ അനുസരിച്ചായിരുന്നു പീതാംബരക്കുറുപ്പിനെതിരെ കേസെടുത്തിരുന്നത്. ഇതിൽ IPC 354 നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈ ഒഫൻസിൽ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ ശ്വേത മേനോൻ പോലീസിന് നൽകിയ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ആവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പോലീസിന് പീതാംബരക്കുറുപ്പിനെതിരെ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ശ്വേത മേനോൻ ഇപ്പോൾ ഒരു പരാതിയുമില്ലെന്ന് പറഞ്ഞതോടുകൂടി ഈ മൊഴി നൽകാനുള്ള സാധ്യതയാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി ശ്വേത മേനോന്റെ പൊതുരംഗത്ത് അവർ ഉന്നയിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത പരാതിയുടെ മേൽ എടുത്ത കേസ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഈ വിവാദം താൽക്കാലികമായെങ്കിലും ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്ത് ബാഹ്യ സമ്മർദ്ദത്തിന്റെ പേരിലാണ് ശ്വേത മേനോൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ഇനിയും വ്യക്തമല്ല. അവർ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ഒരു ബാഹ്യ സമ്മർദ്ദവും തനിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്നലെ നടന്ന ചർച്ചകൾ ഇന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, സവാദ്, വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ശ്വേത മേനോൻ പരാതി പിൻവലിച്ചിരിക്കുന്നു. എന്ത് ബാഹ്യസമ്മർദ്ദത്തിന്റെ പുറത്താണ് ഈ പരാതി പിൻവലിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ ബാഹ്യസമ്മർദ്ദങ്ങളില്ല. കുടുംബാംഗങ്ങളുമായി വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ച ശേഷം പീതാംബരക്കുറുപ്പ് പരസ്യമായി മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് പരാതി പിൻവലിക്കുന്നു എന്നാണ് ശ്വേത മേനോൻ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നു. സ്പെഷ്യൽ എഡിഷൻ. MV ജയരാജൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പമുണ്ട്. കൊല്ലം DCCയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ കോർഡിനേറ്ററുമായ N ജയചന്ദ്രനും ഈ ചർച്ചയിലുണ്ട്. സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും നമ്മോടൊപ്പം.
സണ്ണി ജോസഫ് MLA, ഐഷ പോറ്റി MLA എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീമതി ജ്യോതി നാരായണൻ, പ്രതീക്ഷിച്ചിരുന്നു ശ്വേതാ മേനോൻ ഇത്തരത്തിൽ പരാതി പിൻവലിക്കുമെന്ന്? ഇത്തരത്തിൽ പരാതി പിൻവലിക്കുമെന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷെ ഒരാൾക്ക് പരാതി കൊടുക്കാൻ ക്ഷമിക്കണം, സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. ജ്യോതി നാരായണനിലേക്ക് ശബ്ദ സംപ്രേഷണത്തിൽ തടസ്സമുണ്ട്. ശ്രീ MV ജയരാജൻ, ഇപ്പോൾ ശ്വേതാ മേനോൻ ഈ കേസ് പിൻവലിച്ചിരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? ശ്വേത പരാതി പിൻവലിച്ചതോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. സമൂഹത്തിനാകെ അങ്ങേയറ്റം ദോഷമുണ്ടാക്കും വിധത്തിൽ കൊല്ലത്തുണ്ടായ സംഭവവികാസങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ്റെ സദാചാര മൂല്യമാണ് ഇവിടെ ചിത്രങ്ങളിലൂടെ, ദൃശ്യങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായത്. സദാചാര മൂല്യമില്ലാത്ത ഒരു MP, അതും ഒരു കോൺഗ്രസ്സുകാരൻ, അതാണ് ഇവിടെ വെളിവാക്കപ്പെട്ടത്. സ്വാഭാവികമായും ഒരുപാട് സമ്മർദ്ദങ്ങൾ കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടാകുമ്പോൾ ശ്വേതയെപ്പോലെ ഒരു വനിതക്ക് പിടിച്ചു നിൽക്കാൻ അധികം കഴിയണമെന്നില്ല. പക്ഷേ ദൃശ്യങ്ങൾ കള്ളം പറയില്ല. ശ്രീ പീതാംബരക്കുറുപ്പ് ഒരു സിനിമാ നടിയെ അപമാനിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അത് കേരളീയ സമൂഹം രാഷ്ട്രീയത്തിനതീതമായി അങ്ങേയറ്റം പ്രതിഷേധത്തോടു കൂടിയാണ് കണ്ടത്. ശ്രീ പീതാംബരക്കുറുപ്പ് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദപ്രകടനത്തിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല കൊല്ലത്തുണ്ടായ സംഭവങ്ങൾ. റൈറ്റ്, ശ്രീ MV ജയരാജൻ, അതിൽ വിശദീകരണം ആവശ്യമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സണ്ണി ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, പീതാംബരക്കുറുപ്പ് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് പരാതി പിൻവലിക്കാൻ ശ്വേതാ മേനോൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ പീതാംബരക്കുറുപ്പ് തെറ്റുകാരനല്ല എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഈ വിഷയം തീർന്ന ഒരു വിഷയമാണ്. പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീക്ക് പരാതി ഉണ്ടായിരുന്നില്ല, പരാതി അവർ നൽകിയിരുന്നില്ല. DYFI രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പരാതി നൽകിയത്. എന്നാൽ മാധ്യമങ്ങളുടെ മുൻപിലും പാർട്ടി നേതൃത്വത്തിന്റെ മുൻപിലും ശ്വേതാ മേനോൻ നൽകിയ പരാതി പരിഹരിച്ചിരിക്കുന്നു, പിൻവലിച്ചിരിക്കുന്നു എന്ന് അവര് വ്യക്തമാക്കിയ സ്ഥിതിക്ക് പരാതിക്കാർക്ക് വാദിക്കും പ്രതിക്കും കേസില്ല, സാക്ഷിക്കാണ് കേസ് എന്ന നിലയിലാണ് എന്റെ സുഹൃത്ത് ശ്രീ ജയരാജൻ ഇവിടെ സംസാരിക്കുന്നത്. ഇത് പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ ഇത്ര വെപ്രാളം? എന്താ ശശിയുടെ കാര്യത്തിൽ ഒരു പരാതി കൊടുക്കാൻ ജയരാജൻ തയ്യാറായില്ല? കോട്ടമുറിക്കലിന്റെ കാര്യത്തിൽ എന്താ ഒരു പരാതി കൊടുക്കാത്തത്? ജോസ് തെറ്റേലിന്റെ കാര്യത്തിൽ എന്താണ് ഈ രോഷം ജയരാജൻ ഉയർത്താത്തത്? ഇവിടെ പീതാംബരക്കുറുപ്പിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചിരിക്കുന്നു, ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. പരാതിക്കാരി തന്നെ ശ്വേതാ മേനോൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ ശ്രീ സണ്ണി ജോസഫ്, ഇതുപോലെ പരസ്യമായി പൊതുവേദിയിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾ പറയുന്നതനുസരിച്ച് ഒരു ക്ഷമ ചോദിച്ചാൽ മതി അല്ലേ? അത് ഇരുഭാഗത്തിനും സ്വീകാര്യമായ രൂപത്തിലാണ്. ശ്വേതാ മേനോനെ പോലുള്ള ആൾ ആരുടെയെങ്കിലും ബാഹ്യ പ്രേരണയ്ക്കോ സമ്മർദ്ദത്തിനോ വഴങ്ങിയിട്ടല്ല. അവര് പറഞ്ഞു, അവരുടെ ഭർത്താവും അവരുടെ കുടുംബക്കാരും ഗുരുജിയും ഇവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ചാണ് താൻ പരാതി പിൻവലിക്കുന്നത് എന്ന് ശ്വേതാ മേനോനെ പോലെ കേരള സമൂഹം. ശരി സണ്ണി ജോസഫ്, പീതാംബരക്കുറുപ്പിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അപമാനിച്ച സംഭവമേ ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്നാണ്. ഉള്ളൂ. ശ്വേതാ മേനോന് പരാതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ പരാതി? അവര് സെറ്റിൽമെന്റ്, അവരെ വിഷയം തീർന്നിരിക്കുന്നു, വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾവിക്കാർക്ക് എന്താണ്? ശരിയാണ് ശ്രീ സണ്ണി ജോസഫ്, കേസ് തീർന്നിട്ടുണ്ടാവും, പക്ഷേ ആ പ്രശ്നം തീരുന്നില്ല. ഇല്ല, പ്രശ്നം തന്നെ നമുക്കറിയാം. അദ്ദേഹം അത് ഖേദം പ്രകടിപ്പിച്ചു. നമുക്കിനി മറ്റൊരു കാര്യമുണ്ട്. ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഒരു ജനപ്രതിനിധിക്ക് അവിടുത്തെ മുഖ്യ അതിഥിയായിട്ട് വരുന്ന വളരെയേറെ ജനങ്ങൾ അറിയുന്ന ഒരു താരത്തോട് എത്ര കണ്ട് ഔമര്യാദയായി മറ്റാളുകൾ അറിയാതെ പെരുമാറാൻ സാധിക്കും? എന്നാൽ
ഒരു ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത തോന്നത്തക്ക രൂപത്തിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നുവെന്ന് ശ്വേതാ മേനോൻ തന്നെ പറയുന്നു. ഇത്രയും ഒക്കെ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ശ്രീ സണ്ണി ജോസഫ്, താങ്കൾ പറയുന്നതിനകത്ത് ഒരു അപകടം കൂടിയുണ്ട്. കാരണം ശ്വേതാ മേനോന് പരാതിയില്ല, പീതാംബരക്കുറുപ്പ് മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിച്ചു, പിന്നെ എന്തിനാണ് മറ്റുള്ളവർ അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വനിതാ കമ്മീഷനുണ്ട്. ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. 2, താങ്കൾ പറഞ്ഞു പീതാംബരക്കുറുപ്പ് ഇതുപോലെ ഒരു സിനിമാ താരം വന്നപ്പോൾ ഇങ്ങനെ പൊതുവേദിയിൽ പരസ്യമായി ഇത്തരത്തിൽ പെരുമാറുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന്. അതിന്റെ അർത്ഥം ശ്വേതാ മേനോൻ കളവ് പറയുകയായിരുന്നു എന്നാണ്. ഇല്ല, അതെന്താണെന്നല്ലോ, ഈ സംഭവത്തിന്റെ ഗ്രാവിറ്റി ചെറുതാണ്. ഇത് സെറ്റിൽ ചെയ്ത സാഹചര്യത്തിൽ ഇത് നമുക്കറിയാം മറ്റാളുകളുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. ചാനലുകളിൽ തന്നെ വന്നത് അത് ഡൗട്ട്ഫുൾ ആണ്. അതിൽ തന്നെ ശ്വേതാ മേനോൻ പറയുന്നു മറ്റൊരു വ്യക്തി കൂടി, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമുള്ള മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നുവെന്ന് ശ്വേതാ മേനോൻ തന്നെ പറയുന്നു. അവിടെയാണ് ഇതൊരു തീർന്ന കേസിന്റെ ആ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. ഞാൻ നേരത്തെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ചർച്ചയ്ക്കില്ലെന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു തീർന്ന വിഷയം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യുന്നതിലേക്ക് ഞാൻ അത്ര കാര്യങ്ങൾ സ്റ്റഡീഡായിരുന്നില്ല. എന്നാൽ ഒരു തീർന്ന വിഷയം. ശ്രീ സണ്ണി ജോസഫ്, താങ്കളേക്ക് തിരിച്ചു വരാം. ജ്യോതി നാരായണൻ, ഈ ചർച്ചയിൽ താങ്കൾ കേട്ടു കോൺഗ്രസ് പാർട്ടിയുടെയും CPM-ന്റെ പ്രതിനിധിയുടെയും വാദങ്ങൾ. കോൺഗ്രസിന് അങ്ങോട്ടും ചില ആളുകളുടെ പേരുകൾ നിരത്താനുണ്ട് സമാന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഇവിടെ ഈ പ്രശ്നം ശ്വേതാ മേനോൻ കേസ് പിൻവലിക്കുന്നതോടുകൂടി അവസാനിപ്പിക്കപ്പെടുകയാണോ? സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ ഇത് ഇനി ചർച്ച ചെയ്യേണ്ടാത്ത ഒരു വിഷയമായി മാറുകയാണോ? അല്ല, എന്നെപ്പോലെ ഒരാൾ ഇത് കാണുന്നത് ഇത് കോൺഗ്രസ്സുകാരൻ ചെയ്തോ മാർക്സിസ്റ്റുകാരൻ ചെയ്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾ ചെയ്തോ എന്നുള്ള രീതിയിലല്ല. ഇത് നമുക്ക് ഒരു പെർട്ടിക്കുലർ കേസിൽ, ഈ പ്രത്യേക കേസിൽ ശ്വേതാ മേനോൻ പറയുന്നത് വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതായത് ആ സംഭവത്തിൽ, ആ സാഹചര്യത്തിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ, അവർക്ക് അസഹ്യമായ രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത് വളരെ തീർച്ചയാണ്. അത് അവർ വളരെ തുറന്ന് അതിന് ശേഷം പറയുകയും ഉണ്ടായി. അതിനുശേഷം അവർ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം അവർ അതിൽ നിന്ന് പിൻവലിച്ചത്, അല്ലെങ്കിൽ ചെയ്ത ആൾ പരാതി പറഞ്ഞു അതിന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ടോ അതുകൊണ്ടായിരിക്കാം അവർ പരാതി പിൻവലിച്ചത്. തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള ഒരാൾ ശ്വേതാ മേനോന്റെ ഒരൊറ്റ വിഷയത്തിലല്ല ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. പൊതുസമൂഹത്തിൽ സ്ത്രീക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് പൂർണ്ണമായി യോജിക്കുമ്പോൾ തന്നെ ശ്വേതാ മേനോനെ പോലെ വളരെ ഫോർവേഡ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീ തനിക്ക് പൊതുവേദിയിൽ ഒരു ജനപ്രതിനിധിയിൽ ഉണ്ടായ ദുരനുഭവത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയിൽ നിന്ന് കേരളത്തിൽ ശ്രീമതി ജ്യോതി നാരായണൻ ഉൾപ്പെടെയുള്ള വനിതകളുടെ അവകാശത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതുപോലെ ഒരു പിൻവാങ്ങൽ? ഇത് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തപ്പോൾ ശ്വേതാ മേനോൻ ഒരു മാതൃകയാണ്. കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കൂടി വരുമ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാനും നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ഒരു സ്ത്രീ എന്ന നിലയിലാണ് ശ്വേതാ മേനോനെ ബിംബമായി നമ്മൾ ഉയർത്തിയത്. അവിടെ ശ്വേതാ മേനോൻ മറിച്ച് നിലപാടെടുക്കുമ്പോൾ നമ്മുടെ വ്യവസ്ഥയും അതിനോട് സ്ത്രീകൾ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യത്തിലും ഒന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നല്ലേ? അല്ല, ഇതുപോലെ ഒരു പിൻവാങ്ങൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അവർ പിൻവാങ്ങിയത് എന്നുള്ളത് വലിയൊരു പ്രധാന പ്രശ്നമാണ്. ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഭയത്തിൻ്റെയോ പേരിലാണ് അവർ പിൻവലിച്ചതെങ്കിൽ അത് വളരെ തെറ്റായി പോയ ഒരു കാര്യമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മറിച്ച് ഇത്തരം ഒരു പ്രശ്നത്തിനെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരികയും സജീവമായി കൊണ്ടുവരികയും ആ ചെയ്ത ആൾ അത്തരത്തിലല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ അത് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തതിൻ്റെ പുറത്തതിൽ ഇത് തിരിച്ചറിഞ്ഞ് ഇത് തിരുത്തലാണെങ്കിൽ അത് അവരുടെ ഇതാണ്. അത് അത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യേണ്ടത് ഇത്തരത്തിൽ പരാതി പറയുന്ന സ്ത്രീകളുടെ സാധാരണക്കാരായിട്ടുള്ള നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ കേസുകളിലൊക്കെ എന്ത് നടപടിയാണ് നമ്മുടെ ഗവൺമെൻറ്റും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നത്.
അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിലപേശാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജ്യോതിനാരായണൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. എൻ ജയചന്ദ്രൻ, ഇപ്പോൾ ഈ പ്രശ്നം ഇനി ചർച്ച ചെയ്യേണ്ടാത്ത ഒരു സംഗതിയായി മാറി എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഒരു ജനപ്രതിനിധിയുടെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ അത് സാങ്കേതികമായി ഒരു കേസ് പിൻവലിക്കുന്നതിലൂടെ ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നില്ല. ഈ കൊല്ലം സംഭവത്തിൽ ശ്വേതാ മേനോൻ യഥാർത്ഥത്തിൽ അവരുടെ മനസാക്ഷിയോട് നീതി പുലർത്തിയെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കാരണം കൊല്ലത്ത് ശ്വേതാ മേനോന് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം ഞാൻ ജലോത്സവത്തിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായി പ്രവർത്തിച്ച ഒരാളാണ്. ശ്വേതാ മേനോൻ വന്നത് മുതൽ പോയത് വരെ അവരെ ഉപദ്രവിച്ചു എന്നാണ് അവരുടെ പരാതി. ഇപ്പോൾ ആ പരാതി പിൻവലിച്ചപ്പോൾ ആ പരാതിക്ക് അടിസ്ഥാനമില്ല എങ്കിലും പറയുകയാണ്. അവർ ഉന്നയിച്ച പരാതി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വന്നത് മുതൽ പോയത് വരെ അവരെ ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവരെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ ആ വേദിയിൽ തന്നെ 3 മുൻ മന്ത്രിമാരുണ്ടായിരുന്നു. കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ വനിതയാണ്, മേയർ ഉണ്ടായിരുന്നു. അവരെ ക്ഷണിച്ച് ആദരിച്ച് ഇവിടെ എത്തിച്ച ബഹുമാന്യനായ കൊല്ലം ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവിടെ ഒരു MLA ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ലെങ്കിൽ അവരോടൊപ്പം എത്തിയ കലാഭവൻ മണി, അവരുടെ സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ കലാഭവൻ മണി, അവരോടൊപ്പമാണ് എത്തിയത്. അല്ലെങ്കിൽ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരും ആ വേദിയിലുണ്ടായിരുന്നു. പക്ഷേ ശ്വേതാ മേനോൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ആ സമയത്തൊന്നും ആരോടും പ്രതികരിച്ചില്ല, പരാതി പറഞ്ഞില്ല. ശ്വേതാ മേനോനെ ആരെയാണ് പേടിക്കേണ്ടത്? ശ്വേതാ മേനോനെ പോലെ ഈ കേരളത്തിലെ മലയാള സിനിമാ താരങ്ങൾ താങ്കൾ തന്നെ പറഞ്ഞു ഒരു പരാതി ഉള്ളതായി, പരാതി ഏതാണ്ട് തീർന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ കാര്യമില്ല എന്നൊക്കെ. ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷവും ശ്വേതാ മേനോൻ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷവും DYFI കൊടുത്ത പരാതി വന്ന് ശ്വേതാ മേനോന്റെ മൊഴി രേഖപ്പെടുത്തി അതിൽ MP-യുടെ പേര് പറഞ്ഞ ശേഷവും കൊല്ലം DCC പീതാംബരക്കുറുപ്പിന് ഒപ്പം ഉറച്ചു നിന്നു. അങ്ങനെയുള്ള താങ്കളിൽ നിന്ന് മറച്ചൊരു അഭിപ്രായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. താങ്കൾ പറഞ്ഞു ശ്വേതാ മേനോൻ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കണമായിരുന്നുവെന്ന്. ശ്വേതാ മേനോൻ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്, സിനിമാ താരമാണ്, ആരോപണ വിധേയനായ വ്യക്തി കൊല്ലം MP-യാണ്. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ വെച്ച് ഉടൻ തന്നെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന്? 2, ശ്വേതാ മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നുണയാണ് എന്നാണ് താങ്കൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ദുരുദ്ദേശപരമായി തെറ്റായ ഒരു ആരോപണം MP-ക്കെതിരെ ഉന്നയിച്ചു. ഇപ്പോൾ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തി ശ്വേതാ മേനോൻ ഈ പരാതി പിൻവലിച്ചിരിക്കുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല താങ്കളുടെ വാദങ്ങൾ. കാരണം പീതാംബരക്കുറുപ്പ് MP പരസ്യമായി മാപ്പ് പറഞ്ഞതിനെ തുടർന്നാണ് പരാതി പിൻവലിക്കുന്നതെന്ന് ശ്വേതാ മേനോൻ പറയുന്നതുകൊണ്ട്. പീതാംബരക്കുറുപ്പ് MPയെ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഈ ജലോത്സവത്തിൻ്റെ അദ്ദേഹം ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ അവർ കാരണവരായി നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. മരണ വീട്ടിൽ ചെന്നാൽ അവരുടെ കുടുംബാംഗങ്ങളുമായി ഇടപഴകുന്ന ആളാണ്. എല്ലാ തരത്തിലും ഈ ജലോത്സവത്തിൻ്റെ സംഘാടകരിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം ഇവരെ ആദരിച്ചു കൊണ്ടിരുത്തി. അവിടെ അനിയന്ത്രിതമായ തിരക്കുണ്ടായിരുന്നു. കാരണം വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 4000-ഓളം വരുന്ന കായിക പ്രേമികൾ കായലിലിറങ്ങി വള്ളം തുഴയുന്ന ഒരു മത്സരമാണ്. ഇതുപോലെ വലിയ ജലോത്സവങ്ങളിൽ 4000-5000 ആളുകൾ പങ്കെടുക്കുന്ന കായിക വിനോദങ്ങൾ തന്നെ അപൂർവമാണ്. ഇത് കാണുവാൻ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ അവിടെ തടിച്ചുകൂടി. അനിയന്ത്രിതമായ തിരക്കുണ്ടായപ്പോൾ സ്വാഭാവികമായ ചില ഉന്തലും തള്ളലുമൊക്കെ ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ പീതാംബരക്കുറുപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് 73 വയസ്സായ ആളാണ്, സാത്വികനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഒരാരോപണത്തിനും വിധേയനായിട്ടുള്ള ഒരാളല്ല പീതാംബരക്കുറുപ്പ്. ഇത് വളരെ വ്യക്തമായി അറിയുന്ന ആളുകളാണ് കൊല്ലം DCCയുടെ പ്രസിഡന്റും അതിൻ്റെ ഭാരവാഹികളും കൊല്ലത്തെ ജനങ്ങളും. അപ്പോൾ പീതാംബരക്കുറുപ്പ് ഇങ്ങനെ ഒരു നടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. ഇവരെ ക്ഷണിച്ചു വരുത്തിയ കളക്ടറോട് അവർ പരാതി പറഞ്ഞിട്ടില്ല. അതിനുള്ള അവസരങ്ങൾ എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ അപ്പോൾ വിനിയോഗിക്കാതിരുന്നത്?
ഇതിനെല്ലാം ശേഷം 8 മണിയോടുകൂടി ശ്വേതാ മേനോൻ കൊല്ലത്തെ പ്രമുഖമായ ഒരു മാളിലെത്തി പർച്ചേസ് നടത്തി, അവിടെ നിന്ന് ആഹാരം കഴിച്ചു, അവിടെ നിന്ന് ഉള്ള ആളുകളുമായി ചേർന്ന് ഫോട്ടോ എടുത്ത് വളരെ സന്തോഷവതിയായാണ് അവർ പോയത്. അവർ ആ സമ്മേളനത്തിൽ പീതാംബരക്കുറുപ്പ് അവരെ ഈ നിർബന്ധിച്ച് പാട്ട് പാടിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞത്, നന്നായി പാടിയതിന് ശേഷം അവർ പറഞ്ഞത്, ഞാൻ 2 വർഷത്തിന് ശേഷം എൻ്റെ മകളോടൊപ്പം ഞാൻ ഈ ജലോത്സവം വീണ്ടും കാണാൻ വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം സന്തോഷവതിയായി പോയ ശ്വേതാ മേനോൻ മണിക്കൂറുകൾ ശേഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച്, അതിൻ്റെ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശ്രീ എം വി ജയരാജൻ, സന്തോഷവതിയായി അവിടുന്ന് പോയ ശേഷം പരാതി വരുന്നു. പരാതി ആർക്കാണ്? പരാതി ശ്വേതാ മേനോനല്ല, മറിച്ച് ഡിവൈഎഫ്ഐക്കും CPM ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമാണ് എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ഏത് രാഷ്ട്രീയ നേതാവ് ഇത്തരം കാര്യങ്ങളിൽ ആരോപണ വിധേയമായാലും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നയാൾ രാഷ്ട്രീയ പാരമ്പര്യം ഇതൊക്കെ ഉയർത്തി കാണിച്ചാണ് ഇതിനെ മറികടക്കാൻ ശ്രമിക്കാറ്. അതുതന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. ഇവിടെ ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയം നോക്കിയോ ജാതി മതം നോക്കിയോ തീരുമാനിക്കേണ്ടതല്ല. ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരനായാലും തെറ്റാണ്. CPIM-ഉം ഇടതുപക്ഷവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നടപടികളും സ്വീകരിക്കാറ്. ശ്രീ സണ്ണി ജോസഫ് നേരത്തെ പറഞ്ഞു, CPIM എന്തുകൊണ്ടാണ് അത്തരം നടപടി സ്വീകരിക്കാത്തത്? തെറ്റാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇവിടെ സുനന്ദ പുഷ്കറിന് ദുരിത അനുഭവം ഉണ്ടായി. കേന്ദ്രമന്ത്രിയുടെ ഭാര്യയാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽപ്പെട്ടു. ആ സ്ത്രീ തന്നെ അപമാനിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ തല്ലി. ആ ദൃശ്യം പുറത്തു വന്നു. കോൺഗ്രസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇവിടെ ഇപ്പോൾ കൊല്ലം സംഭവം, ശ്വേതയെ അപമാനിച്ചു എന്ന സംഭവം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ശ്വേത പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ദൃശ്യങ്ങൾ കള്ളം പറയില്ല, ദൃശ്യങ്ങൾ സംശയം ഉയർത്തുന്നില്ല. ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത് പീതാംബരക്കുറുപ്പ് സിനിമാ നടിയെ അപമാനിച്ചു എന്ന സത്യമാണ്. ഇനി പീതാംബരക്കുറുപ്പ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്ഷമയോദിക്കുന്നത്, മാപ്പിരക്കുന്നത്? അപ്പോൾ കുറ്റം ചെയ്തു, അത് സത്യമാണ്. ശ്വേത ഉടൻ പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് പീതാംബരക്കുറുപ്പ് ശ്വേതയെ അപമാനിച്ചു എന്ന സംഭവം ഇല്ലാതാവുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചോദിക്കാലോ. ശ്വേത 2 ദിവസം കഴിഞ്ഞ് പരാതി പിൻവലിക്കുന്നു എന്നിപ്പോൾ പറഞ്ഞതോ? ശ്രീ എം പി ജയരാജൻ, അതിന് എന്ത് പേര്? ഈ വിഷയത്തിൽ തങ്ങളുടെ വാദം ശരിയാണ്. പക്ഷെ അതേസമയം ഇതേപോലെ നുണ പറയാത്ത ചില ദൃശ്യങ്ങൾ മുൻപും വന്നിരുന്നു. ജോസ് തെറ്റയിലുമായി ബന്ധപ്പെടുത്തി താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ഇടതുമുന്നണിയെ നയിക്കുന്ന CPIM ഉദാരമായ ഒരു സമീപനമാണ് തെറ്റയിലിൻ്റെ പാർട്ടിയോട് കാണിച്ചത്. ആ പാർട്ടി തീരുമാനിക്കട്ടെ ജോസ് തെറ്റയിലിൻ്റെ രാഷ്ട്രീയം എങ്ങനെ വേണമെന്ന കാര്യം. ഇത് ശരിയായ സമീപനമായിരുന്നു. അതിൽ കേസെടുത്തപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കേസെടുക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങളും പറഞ്ഞില്ലല്ലോ. പക്ഷേ അത് ജുഡീഷ്യറിയുടെ മുമ്പാകെ വന്നു. ജുഡീഷ്യറി വസ്തുതകൾ പരിശോധിച്ചു. ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് ജുഡീഷ്യറിയുടെ നിഗമനം വന്നു. അപ്പോൾ അന്തിമവിധി വരാനിരിക്കുകയാണ്. അപ്പോൾ ജോസ് തെറ്റയിലാവട്ടെ, പീതാംബരക്കുറുപ്പാവട്ടെ, ആരും ആവട്ടെ, അതിൽ നാം സ്വീകരിക്കേണ്ട സമീപനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇവിടെ പീതാംബരക്കുറുപ്പ് തെറ്റ് ചെയ്തു എന്നുള്ളത് പീതാംബരക്കുറുപ്പ് തന്നെ സമ്മതിക്കുന്നു. ശ്വേത പരാതി പിൻവലിച്ചാലും പീതാംബരക്കുറുപ്പിൻ്റെ ഈ ക്ഷമയോദിക്കൽ, മാപ്പിരക്കൽ, അത് വ്യക്തമാക്കുന്നത് പീതാംബരക്കുറുപ്പ് തെറ്റ് ചെയ്തു എന്നാണ്. അതോടൊപ്പം ശ്വേതയുടെ പരാതി പിൻവലിക്കുന്നതിന് അടിസ്ഥാനം പീതാംബരക്കുറുപ്പിൻ്റെ മാപ്പിരക്കലാണ്, തെറ്റ് ചെയ്തു എന്നുള്ളത് സമ്മതിക്കലാണ്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു ശിക്ഷ ഒരു MP വേറെ കിട്ടാനുണ്ടോ? ഇനി ശ്വേത പരാതി പിൻവലിച്ചത് തെറ്റാണത്. അങ്ങനെ പരാതി പിൻവലിക്കാൻ പാടില്ല. കുടുംബ സമ്മർദ്ദമായാലും ശരി, ബാഹ്യ രാഷ്ട്രീയ സമ്മർദ്ദമായാലും ശരി, ശ്വേത പരാതി പിൻവലിച്ചത് തെറ്റാണ്. പിന്നെ ഈ പ്രശ്നത്തിൽ ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ശ്വേതയുടെ രേഖാമൂലമുള്ള പരാതി ഇല്ലാതെ തന്നെ കേസെടുക്കാം.
അതുകൊണ്ടുകൂടിയാണല്ലോ കൊല്ലം പോലീസ് പീതാംബരക്കുറുപ്പ് പ്രതിയായി കേസെടുത്തത്. യെസ്, തിരിച്ചു വരാം താങ്കളിലേക്ക്. ജ്യോതി നാരായണൻ, ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ ആദ്യമേ പറഞ്ഞു ആര് എന്ത് എന്നതല്ല, ജാതി മതം രാഷ്ട്രീയം ഇത്യാദി കാര്യങ്ങളല്ല നോക്കേണ്ടത് എന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയായി മാറുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉന്നത വ്യക്തിത്വങ്ങൾ ഉൾപ്പെടുമ്പോൾ മാത്രം അത് ചർച്ചയാവുന്നു. രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു. ഇതിലപ്പുറം സ്ത്രീ പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാട്, അത് എത്രമാത്രം സത്യസന്ധമാണ്? അല്ല, ഇതിൽ ആദ്യം എനിക്ക് അതിനേക്കാളും മുമ്പ് ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് പ്രതികരിക്കാനുണ്ട്. ജയേന്ദ്രൻ പറഞ്ഞത് ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വളരെ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാം, ഏത് സാഹചര്യത്തിലും ഇപ്പോൾ അത് ആരാധനാലയം മുതൽ പൊതു ഇടങ്ങൾ മുതൽ വീട് വരെ എവിടെ വച്ച് എപ്പോൾ വേണമെങ്കിലും ആരിൽ നിന്ന് വേണമെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ടെന്നുള്ളതാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനോട് പ്രതികരിക്കുന്ന രീതി പലപ്പോഴും പല രീതിയിലായിരിക്കും. ഈ നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന ഒരിടത്ത് നിന്ന് പ്രതികരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ ഇത്തരം ഒരു അനുഭവം ഉണ്ടാവുന്ന ഓൺ ദ സ്പോട്ട് പറയാൻ പറ്റില്ല. അത് ഓരോ ആളുകൾക്കും ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് അത് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു അപമാനിക്കപ്പെട്ട സ്വന്തം ശരീരം മറ്റുള്ളവരെ നമ്മുടെ ഇഷ്ടമില്ലാതെ ഉപയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല. ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കക്ഷി രാഷ്ട്രീയത്തിന് അനുസരിച്ചിട്ടാണ് ഇതിനോട് നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അവർക്ക് ഒരു ബാർഗൈനിങ് പോയിൻ്റായിട്ട് പോലും ചില സമയത്ത്, അതായത് വിലപേശാനുള്ള ഒരു ആയുധമായിട്ട് പോലും പലപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളെ ഉപയോഗിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എടുക്കുമ്പോൾ നമുക്കൊരു തരം ഭയമാണ്. കാരണം ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്നുള്ളതാണ്. നിരവധി കേസുകൾ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരും എല്ലാ ഇതിൽപ്പെട്ട ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പോലീസ് മുതൽ നിയമ സംവിധാനത്തിൽപ്പെട്ട ആളുകൾ മുതൽ സാധാരണക്കാർ മുതൽ കൂലിപ്പണിക്കാർ മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു നിത്യ സംഭവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജ്യോതി നാരായണൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു, ഒരു സ്ത്രീ ഈ രീതിയിൽ അപമാനിക്കപ്പെടുമ്പോൾ അവൾക്കുണ്ടാകുന്ന അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതാണ് ശ്വേതാ മേനോൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. അങ്ങനെ അവർ അപ്പോൾ കാണിച്ച ധൈര്യം ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു വലിയ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് മറുവശത്തുള്ളതെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ അത്ര നല്ലതായിരിക്കില്ല എന്നുമെല്ലാമുള്ള വീണ്ടും വിചാരത്തിൻ്റെ ഭാഗമായിരിക്കുമോ പരാതി പിൻവലിച്ചത്. ഇനി അഥവാ പരാതി പിൻവലിച്ചെങ്കിലും ഈ ദൃശ്യങ്ങളുള്ള സ്ഥിതിക്ക്, ശ്വേത തന്നെ അത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കേസുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അവശേഷിക്കുന്നില്ലേ? ഇതിൽ ഒരു എടുത്തുചാട്ടമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്കുണ്ടായ ഒരു അനുഭവം പൊതുരംഗത്തേക്ക് അവർ പറഞ്ഞു എന്നുള്ളത് തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇനി ഇതുപോലുള്ള അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരം തുറന്നു പറച്ചിലുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർ തുറന്നു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് മറ്റാളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു ഇതാവ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ്. എനിക്ക് ഇപ്പോഴും അവർ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് ഭയത്തിൻ്റെ പുറത്താണ് ഈ കേസ് പിൻവലിച്ചതെങ്കിൽ അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. അതല്ല, ഇത് ചെയ്ത ആള് അത് മാപ്പ് പറയുകയും അത് തിരുത്താൻ തയ്യാറാകുകയും ഇത് ആവർത്തിക്കില്ല എന്നുള്ള ശ്വേതാ മേനോന്റെ ഉറപ്പിന്റെ സാഹചര്യത്തിലാണെങ്കിൽ, ഇപ്പൊ എന്നെ പോലെയുള്ള ഒരാൾ ചിന്തിക്കുന്നത് ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കുക, സമൂഹം കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കറക്ഷന്റെ ഭാഗമായിട്ട് ശ്വേത ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിൻവലിക്കലിനുള്ള റൈറ്റും അവർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ജ്യോതി നാരായണൻ, സ്ഥിരമായി ഈ സ്ത്രീ പ്രശ്നങ്ങളിൽ, ഇത്തരം പീഡന കേസുകളിൽ, ഇതിനേക്കാൾ വലിയ അർത്ഥത്തിലുള്ള പീഡനങ്ങളിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന പരാതിയിൽ നിന്ന് പിന്മാറുക, മൊഴി മാറ്റുക തുടങ്ങിയ അനുഭവങ്ങൾ നമുക്ക് ധാരാളമായുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി ഒരു സ്ത്രീ
പരാതിയുമായി നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് എന്ന ഒരു അവസ്ഥ, അത് ശ്വേതാ മേനോനെ പോലെ ഒരു വലിയ നടിക്ക് പോലും അത് സാധ്യമാവുന്നില്ല എന്ന ഒരു മെസ്സേജ് ഇതിനകത്തുണ്ടോ? അല്ല, ഇതിനകത്തുണ്ടോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഒരാൾക്ക് പോലും, ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ പിന്നെ അവരുടെ ജീവിത അവസാനം വരെ അതിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പലപ്പോഴും പ്രതിയാക്കപ്പെടുന്ന ആൾ അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന ആളുകൾ വളരെ മാന്യന്മാരായിട്ട് സമൂഹത്തിലെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ മാന്യന്മാരായിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇതിന് പീഡനത്തിന് ഇരയായ സ്ത്രീ, ഇത് ഉറക്കെ പറയുന്ന സ്ത്രീ ആജീവനാന്തം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പേറേണ്ട കാര്യമുണ്ട്. ഇത് രാഷ്ട്രീയ. ശ്രീ എം വി ജയരാജൻ, ശ്വേതയല്ല പരാതിപ്പെട്ടത്, ഡിവൈഎഫ്ഐ ആണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്വേതയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ ശ്വേത പറഞ്ഞു, പീതാംബരക്കുറുപ്പ് എംപിയും കണ്ടാലറിയാവുന്ന ഒരാളും കാറിൽ നിന്ന് താൻ എത്തി ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറുന്നതുവരെ തന്നെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയെന്ന്. ഇപ്പോൾ ശ്വേത പറയുന്നു പരാതിയില്ല, കാരണം പീതാംബരക്കുറുപ്പ് മാപ്പ് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ പരാതി ഇനിയുമുണ്ടോ? അല്ല, സമൂഹത്തിൻ്റെ പരാതി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർക്കും നിലനിൽക്കുന്നത് തന്നെയാണ്. മഹിളാ പ്രസ്ഥാനങ്ങൾക്ക് പരാതി ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. കാരണം ഒരു ശ്വേതക്കും ഇത്തരമൊരു അനുഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. നേരത്തെ എൻ്റെ മാന്യ വനിത ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. സ്ത്രീകൾ ധൈര്യത്തോടുകൂടി ഇത്തരം പരാതികൾ പറയാൻ ഒരുമ്പെടുന്നില്ല. ഒരു ഉദാഹരണം സമീപകാലത്ത് ഞാൻ പറയാം. ആ സൂര്യനെല്ലി പെൺകുട്ടി പരാതി കൊടുത്തു. നിയമത്തിൻ്റെ ഏതറ്റം വരെയും ആ സ്ത്രീ പരാതിയുമായി നടന്നു. സുപ്രീം കോടതിയിൽ 9 വർഷമാണ് ആ പരാതി കെട്ടിക്കിടന്നത്. വൈകിയെത്തുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? കേന്ദ്രമന്ത്രിയെ പറ്റി അവർ പരാതി പറഞ്ഞു എന്നതുകൊണ്ട് അവർക്ക് സ്ഥലം മാറ്റം പോലും ഉണ്ടായി. അപ്പോൾ ധൈര്യത്തോടുകൂടി സ്ത്രീകൾക്ക് ഇത് പരാതി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ടുകൂടിയാണ് ബഹുജന സംഘടനകൾ ഇത്തരം പരാതികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഡിവൈഎഫ്ഐ അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിക്ക് ഡിവൈഎഫ്ഐ ഇനിയും മുന്നോട്ട് പോകുമോ ഈ കേസിൽ? അല്ല, ശ്വേത പിൻവലിച്ചാലും മറ്റൊരു സ്ത്രീക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാവാതിരിക്കത്തക്ക നിലയിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകൾക്കും ഇത്തരം പരാതിയിന്മേൽ ന്യായമായ നടപടി സ്വീകരിക്കും എന്ന് ഉറപ്പുവരുത്താൻ ബാധ്യതയുണ്ട്, ആ ചുമതലയുണ്ട്. ആ ചുമതലയുമായി മുന്നോട്ട് പോകണം. ദൗർഭാഗ്യവശാൽ ശ്വേതയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം അവർ സമ്മതിച്ചു, പീതാംബരക്കുറുപ്പ് തന്നെ അവമാനിച്ചു, മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിനുശേഷമാണ് അവർ പിൻവലിക്കുന്നത്. അതിനടിസ്ഥാനമാവട്ടെ പീതാംബരക്കുറുപ്പ് മാപ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പരാതി അവസാനിക്കുന്നില്ല. അപമാനിക്കപ്പെട്ട സ്ത്രീയുടെ പ്രശ്നം അവസാനിക്കുന്നില്ല. അപമാനിക്കപ്പെട്ട സ്ത്രീയുടെ പ്രശ്നം. ശ്രീ ജയചന്ദ്രൻ, പീതാംബരക്കുറുപ്പ് മാപ്പ് പറയുകയും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും യൂത്ത് കോൺഗ്രസ് കോലം കത്തിക്കുന്നു. ശ്വേതാ മേനോനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും വരുന്നു. നേരത്തെ ജ്യോതി നാരായണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാതി പറഞ്ഞ സ്ത്രീ എപ്പോഴും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ അത് കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നും ഇന്നലെയുമായി ഉണ്ടായി. ഒരിക്കലുമില്ല. കോൺഗ്രസ് നേതൃത്വം ഒന്നും ശ്വേതാ മേനോനെ ആക്രമിക്കാൻ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ രംഗത്തുണ്ടായ ഒരു അപജയമാണ് ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിക്കണം, ഒരു 2 ദിവസക്കാലം കൊണ്ട് യഥാർത്ഥത്തിൽ പീതാംബരക്കുറുപ്പ് നിരപരാധിയാണ്. നിരപരാധിയായ ഒരു മനുഷ്യന് നേരെ നടത്തിയ മാധ്യമ വിചാരണ 2 ദിവസം പ്രതാപവർമ്മ തമ്പാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ മുരളീധരൻ പിന്നീട് തിരുത്തി എങ്കിൽ പോലും അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ പീതാംബരക്കുറുപ്പിനെ പോലെ മാന്യനായ ഒരു വ്യക്തിയെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഡിവൈഎഫ്ഐ പരാതി കൊടുക്കുക, ശ്വേതാ മേനോന് പരാതിയില്ലെങ്കിലും ഡിവൈഎഫ്ഐ ഈ പ്രശ്നം, കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്നുണ്ട്. വീണ്ടും താങ്കളുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നത് താങ്കൾ ക്ഷമിക്കണം. താങ്കൾ ഏകപക്ഷീയമായി പീതാംബരക്കുറുപ്പിനെ പോലെ മാന്യനായ വ്യക്തി എന്ന് താങ്കൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു മറുവശമുണ്ട്. ആരോപണം ഉന്നയിച്ച സ്ത്രീ അവർ അമാന്യായ ഒരു വ്യക്തി എന്നൊരു അർത്ഥം ഇതിന് പിന്നിലുണ്ട്. അങ്ങനെയില്ല, ഒരിക്കലുമില്ല. വളരെ പ്രശസ്തയായ ഞങ്ങളുടെ ഗസ്റ്റായി, ഞങ്ങളുടെ അതിഥിയായി വന്നവരാണ്. ഏറെ ബഹുമാനിക്കപ്പെടുന്ന ആളാണ്
ശ്രീമതി ശ്വേതാ മേനോൻ. ഈ സംഭവത്തിലാണ് നമ്മളെല്ലാം ഖേദം പ്രകടിപ്പിച്ചത്. ഇല്ലാത്ത ഒരു സംഭവം ആ വിഷ്വൽ പരിശോധിക്കണം എന്നാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ പരാതി ഇല്ലാതായ സ്ഥിതിക്ക് പരിശോധിക്കണമോ വേണ്ടയോ എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികളാണ് നിശ്ചയിക്കേണ്ടത്. ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം പരിശോധിച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതി, ആരാണ് അവരെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അതിൽ വെളിവാക്കപ്പെടും. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു മാധ്യമങ്ങൾ, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഒരു വ്യക്തിയെ കടന്നാക്രമിച്ച് 2 ദിവസക്കാലമായി പിച്ചി ചീന്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശ്രീ എം വി ജയരാജൻ, മാധ്യമങ്ങളാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ. അല്ല, അതങ്ങനെയേ കോൺഗ്രസ് പറയുള്ളൂ. യഥാർത്ഥത്തിൽ പീതാംബരക്കുറുപ്പ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനാ മാപ്പ് പറയുന്നത്. അദ്ദേഹം പറയേണ്ടിയിരുന്നത് വിദഗ്ധ സംഘം അന്വേഷിക്കണമെന്നല്ലേ. മുഖ്യമന്ത്രിയുടെ CCTV കാണാതായതുപോലെ വിഷ്വൽസ് എല്ലാം എടുത്ത് ഒരു പരിശോധന നടത്തണമെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ അത് പറയുന്നില്ല. അത് പറയൂ ശ്രീ എം ജയരാജൻ. റൈറ്റ്. ശ്രീമതി ജ്യോതി നാരായണൻ, താങ്കളടക്കമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ കൂട്ടായ്മ ശ്വേതാ മേനോന്റെ വിഷയത്തിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ? നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ ശ്വേതാ മേനോന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളിലെല്ലാം തന്നെ പാർട്ടികൾ, അതത് കക്ഷികളിൽപ്പെട്ടവർ പ്രതികളാവുകയോ ആരോപണ വിധേയരാകുകയോ ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന്. ഇവിടെ ശ്വേതാ മേനോന്റെ കാര്യത്തിലും സംഭവിച്ചത് അതാണ് എന്നത് N. ജയചന്ദ്രൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ എന്താണ് താങ്കളെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ചെയ്യാൻ കഴിയുക? ശ്വേതാ മേനോൻ പിൻവലിച്ചതുകൊണ്ട് മാത്രം ആ പരാതി ഇല്ലാതാകുന്നുണ്ടോ? കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ ദൃശ്യങ്ങളെല്ലാം ടെലിവിഷനിലൂടെ കണ്ട സ്ഥിതിക്ക്. അല്ല, ഇതിൽ സംഘടനയുടെ തീരുമാനം എന്താണെന്ന് ഇനി സംഘടനാപരമായി ആലോചിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ വ്യക്തിപരമായി എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നത്, ശ്വേതാ മേനോൻ കേസ് പിൻവലിക്കുമ്പോൾ പിന്നെ അതുമായിട്ട് ആ കേസിൻ്റെ പുറകെ ഞങ്ങൾ പോകുന്നതിന് പകരം കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പോലീസ് സ്ത്രീ ആയിട്ടുള്ള പോലീസുകാരെ ആക്രമിച്ച കേസുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റിലയിലെ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ആക്രമിച്ച 2-3 കേസുകൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. മറ്റ് ഇതിനു മുമ്പൊക്കെ തന്നെ നിരന്തരം ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ ഒക്കെ തന്നെ ഒപ്പത്തിന് ഈ കേസിനെ ഞങ്ങൾ കാണുന്നുള്ളൂ. അത് അവർ സമ്മർദ്ദം കൊണ്ടാണോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്കുണ്ട്. മറിച്ച് ശ്രീ എം വി ജയരാജൻ, പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നു എന്ന് ആദ്യമേ ഈ ചർച്ചയിൽ പറയുകയുണ്ടായി. രാഷ്ട്രീയ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മറുഭാഗത്തുള്ളവർ കൂടുതൽ ആവേശം കാണിക്കുന്നു. ചോറ്റാനിക്കരയിൽ ഭീകരമായ സംഭവങ്ങളുണ്ടായി. 4 വയസ്സുകാരിയായ പെൺകുട്ടി കൊന്ന് ആ കുട്ടിയെ കുഴിച്ചുമൂടിയ സംഭവം ഉൾപ്പെടെ കേരളത്തെ ഞെട്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ, നിരവധി വാർത്തകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചയ്ക്കോ അജണ്ടയിലോ വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയക്കാർ പ്രതികളായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല CPM-ഉം ഇടതുപക്ഷവും DYFI-യും ഏറ്റെടുക്കുന്നത്. ആര് പ്രതിയാണ് എന്നുള്ളതല്ല ഇവിടെ പരിശോധനാ വിഷയം. ഇരകൾ സ്ത്രീകളാണ്. അത് വീട്ടിൽ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന പിതാവ് മുതൽ പീതാംബരക്കുറുപ്പ് വരെ ആ പട്ടികയിൽ വരുന്നു. അതുകൊണ്ട് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടുകൂടാ. സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യമായ പദവി ലഭിക്കണം. ഈ പൊതുപ്രശ്നമാണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത്. ചോറ്റാനിക്കര സംഭവവും ഭീകരമായിരുന്നു. ആ പ്രശ്നവും ഞങ്ങളുടെ പ്രസ്ഥാനം ഏറ്റെടുത്ത പ്രശ്നമാണ്. ഞങ്ങളതിൽ കാണുന്ന സമീപനം ഈ നാട്ടിൽ സ്ത്രീകളോട് കാണിക്കേണ്ട മാന്യമായ പരിഗണന സമൂഹത്തിൽ നിന്നുണ്ടാവണം. അതിന് വിപുലമായ ബോധവൽക്കരണം വേണം. കർശനമായ നിയമ നടപടി വേണം. ഇന്ന് നിലവിലുള്ള നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം. രാഷ്ട്രീയക്കാർ സംരക്ഷിക്കപ്പെടുന്നു. സുനന്ദ പുഷ്കറിനെ അവമാനിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ ശിക്ഷിക്കപ്പെട്ടില്ല. ഇവിടെ പീതാംബരക്കുറുപ്പ് രക്ഷപ്പെട്ടുകൂടാ. ഇനി മറ്റൊരു ശ്വേത സംഭവം ഉണ്ടാകാൻ പാടില്ല. റൈറ്റ്. ശ്രീ N. ജയചന്ദ്രൻ, താങ്കൾ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ മാന്യനായ ശ്രീ പീതാംബരക്കുറുപ്പിനെതിരെ ഒരു നടി അവരുടെ തെറ്റിദ്ധാരണയിൽ നിന്നാകാം ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ആ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തെ പിച്ച് ചീന്തുകയും ചെയ്തപ്പോൾ ഇനി തൻ്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ
മാധ്യമങ്ങൾക്കെതിരെയും ശ്വേതാ മേനോനെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പീതാംബരക്കുറുപ്പ് തയ്യാറാകേണ്ടതല്ലേ? സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമായ കാര്യവുമാണ്. പക്ഷേ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ ഇരകൾ പോലും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും അവസ്ഥയുമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ അനാവശ്യമായ വിവാദങ്ങളാണ് ഈ പ്രശ്നത്തിലൊക്കെ ഉണ്ടായത്. പീതാംബരക്കുറുപ്പിൻ്റെ പ്രശ്നം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ പീതാംബരക്കുറുപ്പിൻ്റെതും ജോസ് തെറ്റേലിൻ്റെതും സമാനമായ സംഭവമാണ് എന്ന് പറയുമ്പോൾ അതിലെ രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്. ശ്രീ ജയചന്ദ്രൻ, എൻ്റെ ചോദ്യം, താങ്കൾ പറഞ്ഞു ഇത് ഉണ്ടാകാത്തൊരു സംഭവമാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിച്ച് ശ്രീ പീതാംബരക്കുറുപ്പിനെ അങ്ങേയറ്റം അപമാനിച്ചു. ശ്വേതാ മേനോനും തെറ്റിദ്ധാരണയിൽ നിന്നാകാം അതുതന്നെ ചെയ്തു. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് വീണ്ടും തന്റെ നിരപരാധിത്വം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്കെതിരെയും ശ്വേതയ്ക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ, അതല്ലേ ചെയ്യേണ്ടത്? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന കാര്യം അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഈ ശ്വേതാ മേനോൻ പരാതി പിൻവലിച്ചതോടുകൂടി അദ്ദേഹം 100% കുറ്റവിമുക്തനായി. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഒരു ബോധം കൊണ്ട് തന്നെയാണല്ലോ അവർ സ്വാഭാവികമായും പരാതി പിൻവലിച്ചത്. കാരണം ഇത്രയും ധൈര്യവതിയായ ഒരു സ്ത്രീ, എല്ലാ മേഖലകളിലും പ്രശസ്തയായ സ്ത്രീയാണ്. അവർക്ക് ആരെയും ഭയമില്ലാത്ത അവരുടെ അഭിനയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ ബോൾഡായി വളരെ നന്നായി ഇടപഴകി അഭിനയിക്കുന്ന ശ്വേതാ മേനോൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? ആരുടെ സമ്മർദ്ദത്തിനാണ് ഇരയാവേണ്ടത്? അവരുടെ ഭർത്താവ് പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകനാണ്. ശ്വേതാ മേനോൻ മിസ് ഇന്ത്യ പട്ടത്തിൽ വരെ മത്സരിച്ച ആളാണ്. അത്രത്തോളം ബോൾഡായ ശ്വേതാ മേനോൻ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ആരെയും ഭയപ്പെട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പേടിച്ചോ ഒന്നും പരാതി പിൻവലിച്ചതല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവരാലോചിച്ചപ്പോൾ സ്വന്തം മനസാക്ഷിയോട് തന്നെ അവർക്ക് നീതി പുലർത്തേണ്ടതുള്ളത് കൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി പീതാംബരക്കുറുപ്പ് കുറ്റവിമുക്തനായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഇമേജ് മുഴുവൻ അതിലൂടെ തന്നെ തിരികെ നേടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ശ്രീ ജ്യോതി നാരായണൻ, ആ നിലയ്ക്ക് പീതാംബരക്കുറുപ്പിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു, ഈ കേസ് പിൻവലിക്കുന്നതോടുകൂടി എന്ന ആശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. അല്ല, അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടെയൊക്കെ ഒരു ക്ഷമിക്കണം ശ്രീമതി ജ്യോതി നാരായണൻ, ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം. ശ്വേതാ മേനോൻ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്വേത, കേൾക്കാമോ? ശ്വേതാ മേനോൻ ഇപ്പോൾ വാർത്താലേഖകരെ കാണുകയാണ്. അതിന്റെ ശബ്ദ സംപ്രേഷണം നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇന്നലെ വരെ എന്റെ അച്ഛനും നല്ല പ്രായമുള്ള ആളാണ്. ശ്വേതാ മേനോൻ വാർത്താലേഖകരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇന്നലെ വരെ ഉറച്ചു നിന്ന ശേഷം ഇപ്പോൾ പെട്ടെന്ന് പരാതി പിൻവലിക്കാനുള്ള സാഹചര്യം എന്താണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള വ്യക്തിയാണ് പീതാംബരക്കുറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത പറഞ്ഞു തുടങ്ങുകയാണ്. ശ്വേതയുടെ ശബ്ദ സംപ്രേഷണത്തിലേക്ക് സംസാരിച്ചു, മാപ്പ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു I respect that decision. അപ്പോ ഞാൻ എന്റെ കംപ്ലൈന്റ് പിൻവലിക്കാണ്. പക്ഷെ കേസ് എടുക്കാൻ തീരുമാനിച്ചത് ഇന്നായിരുന്നല്ലോ. അദ്ദേഹം ഇന്നലെ തൊട്ട് താൻ ഈ രീതിയിൽ കുറ്റക്കാരനല്ല, ശ്വേതയോട് മാപ്പ് പറയുന്ന രീതിയിലുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് അത് മാത്രമല്ല, ശ്വേതയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെ ഭാഗത്ത് നിന്നും. ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടോ? അല്ല, എനിക്കല്ലോ കണ്ടിട്ടോ. ഇത് ഞാൻ എഴുതിയ ഒരു ലെറ്ററാണ്. ഇത് ഞാനിപ്പോ ഇത് പീതാംബരക്കുറുപ്പിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡിസിഷനിൽ വന്നത്. സോ എന്തുകൊണ്ട്, അതായത് അന്ന് തന്നെ പീതാംബരക്കുറുപ്പ് ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ രീതിയിലല്ല. അങ്ങനെ അതെനിക്ക് പറയാനില്ല. എനിക്ക് ഇത്ര മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനത് നിങ്ങളെല്ലാവരും അല്ല, എന്റെ ഗുരുജി, ഗുരു സാഹിബ്, എന്റെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ്, പിന്നെ എന്താ പറയാ, അമ്മയും സത്യന്റെയും എല്ലാവരുടെയും, നമ്മുടെ അസോസിയേഷന്റെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു അവാർഡ് ഫംഗ്ഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ എന്റെ ആർട്ടിസ്റ്റും എന്റെ കൊളീഗ്സ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട്. എല്ലാവരോടും ഞാൻ എന്താ പറയാ, നമ്മൾ ആലോചിച്ച്
സംസാരിച്ച് ഈ തീരുമാനത്തിൽ വന്ന പിന്നെ ഇത്രയും വലിയൊരു മൂവ് അവരെടുത്തിട്ടുണ്ട്. ആ പ്രായം എന്ന് ഞാൻ ബഹുമാനിക്കുകയാണ്. ശ്വേത തന്നെ പറയുകയുണ്ടായി പീതാംബരക്കുറിപ്പ് മാത്രമല്ല ആ പരിപാടിയിൽ പങ്കെടുത്ത മറ്റൊരാൾ കൂടി എന്നെ ഉപദ്രവിക്കുകയുണ്ടായി. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു പ്രശ്നത്തിന് മുമ്പിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ കളക്ടറിന്റെ അല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പരാതി കൊടുത്തത് അപ്പൊ ആർക്കൊക്കെ എതിരായിരുന്നു ആദ്യം? പോലീസിന് കൊടുത്ത മൊഴിയിൽ അത് DYFIന്റെ കേസാണ് ഉണ്ടായത്. അത് ഞാൻ എന്റെ ഒരു കടമ, ഞാൻ അതിൽ എന്താ പറയാ മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന മുമ്പേ ഞാൻ മൊഴി കൊടുത്തിട്ടാണ് പോയത്. ഞാൻ മൊഴി അത് ഭയങ്കര ഒരു ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അത് നമ്മൾ ലീക്ക് ചെയ്യാനുള്ള ഒരു ഇത് ചെയ്യും. ഞാൻ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയ്ക്കും CM കണ്ടിട്ടില്ല. ഞാൻ CM ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എന്റെ ആദ്യത്തിന്റെ ഡിസിഷൻസ് ആണ് ഞാൻ നിങ്ങളെല്ലാവരും ഹലോ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. പിതാവിന്റെ പ്രായമുള്ള പീതാംബരക്കുറുപ്പ് മാപ്പ് പറഞ്ഞത് കണക്കിലെടുക്കുകയാണ്. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. പീതാംബരക്കുറുപ്പ് മാത്രമല്ല മറ്റൊരാളുടെ പേര് കൂടി ശ്വേത പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിൽ നിന്ന് ശ്വേത ഒഴിഞ്ഞുമാറി. അത് DYFI നൽകിയ പരാതിയിൽ താൻ കൊടുത്ത മൊഴിയുടെ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല, അതൊരു നിയമരേഖയാണ്, ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ശ്വേത ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഇതാണ് ശ്വേതയുടെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം. വളരെയധികം നന്ദി ശ്രീ MV ജയരാജൻ, N ജയചന്ദ്രൻ, ജ്യോതി നാരായണൻ, സണ്ണി ജോസഫ് ഈ ചർച്ചയിൽ